ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, നാവിക്, GD, DB എന്നീ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ഫുൾ സിലബസ് ആണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയുടെ മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഓക്കെ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് 2 സ്റ്റേജായിട്ടാണ് എക്സാം നടക്കുക. ഫസ്റ്റ് സ്റ്റേജിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്ന് ഏതൊക്കെ പോർഷൻസ് ആണ് മെയിനായിട്ട് കവർ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്ന ഫിസിക്സ് ആണ്. ഫിസിക്സിൽ മെയിൻ ആയിട്ടുള്ള ഇത്രയും പോർഷൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നോക്കിയേ, യൂണിവേഴ്സ് എന്താണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ജോഗ്രഫിയിലും നമ്മൾ യൂണിവേഴ്സ് പഠിക്കുന്നുണ്ട്. ബട്ട് ഫിസിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തുണ്ട്, യൂണിവേഴ്സ് ഉണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്, പ്ലാനറ്റ്സ്, എർത്ത്, സാറ്റലൈറ്റ്, സണ്ണ്, ഇതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ്, ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്, ഫിസിക്സിലെ യൂണിവേഴ്സ് ആണ്. ഇനി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നോക്കിയേ, ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ് ആപ്ലിക്കേഷൻസ്. ഇലക്ട്രിസിറ്റി അല്ലേ, നമുക്കറിയാം ഫിസിക്സിലെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ഇലക്ട്രിസിറ്റി. അതിന്റെ കൂടെ തന്നെ എന്തും പഠിക്കണം, അതിന്റെ ആപ്ലിക്കേഷൻസും പഠിക്കണം. ഇതിനകത്തുനിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. തേർഡ് എന്ന് പറയുന്നത് ഏതാണ്, ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ. ഫോഴ്സും ഗ്രാവിറ്റേഷനും ഇത് രണ്ടും എന്താണ്, ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഈ ഒരു എക്സാമിന് നമ്മൾ കവർ ചെയ്യേണ്ടതാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻസ്, ന്യൂട്ടന്റെ 3 ലോസ് ഉണ്ട്. ആ ലോസും അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ എക്സാമിന് ബെനിഫിറ്റ് ആണ്. അടുത്ത ഏതാന്ന് നോക്കിയേ, വർക്ക് എനർജി ആൻഡ് പവർ, ഇതും മെയിൻ ആയിട്ട് നോക്കുക. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, മെഷർമെന്റ് ഇൻ സയൻസിനകത്തുള്ള മെഷർമെന്റ്സ് എന്ന് പറയുന്നത് ഏതാണ്, യൂണിറ്റുകൾ ആണ് അല്ലേ. മെഷർമെന്റ് യൂണിറ്റ്, SI യൂണിറ്റ് ഉണ്ട്, CGS സിസ്റ്റം ഉണ്ട്, അങ്ങനെ എന്ത് ചെയ്യുക, MK സിസ്റ്റം ഉണ്ട്. അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള യൂണിറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫിസിക്സിനകത്ത് കവർ ചെയ്ത് പോകണം. അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, സൗണ്ട്. അതുപോലെ എന്താണ്, വേവ്സ് മോഷൻ, കൺവേർഷൻസ്. നമുക്ക് എന്ത് ചെയ്യുക, ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ കൺവേർഷൻസ് എന്ത് ചെയ്യണം, ഫിസിക്സിനകത്ത് മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും പോർഷൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫിസിക്സിനകത്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിന്റെ എക്സാമിനകത്ത് നിന്ന് ഓൾമോസ്റ്റ് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ, ഫിസിക്സിന്റെ പോർഷൻസ് ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സബ്ജക്റ്റ് ക്ലിയർ ആയി അല്ലേ, സയൻസിലെ ഫിസിക്സ് ക്ലിയർ ആയി. ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് എക്സാം നമ്മൾ പാറ്റേൺ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷൻസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് കവർ ചെയ്യണം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഏതാണ്, കെമിസ്ട്രി ആണ് അല്ലേ. നമ്മൾ നോക്കി ഫിസിക്സിനകത്ത് എന്താണ്, ഒരുപാട് ടോപ്പിക് അല്ലെ, സബ് ടോപ്പിക്കുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. അതിനെക്കാട്ടി കുറച്ചുകൂടെ കുറവാണ് നമ്മൾ എന്ത് പഠിക്കേണ്ടത്, കെമിസ്ട്രിയിൽ പഠിക്കേണ്ടത് അല്ലെ. കെമിസ്ട്രി പഠിക്കേണ്ടത് എന്താണ്, ഫസ്റ്റ് വൺ നോക്കി, നേച്ചർ ഓഫ് മാറ്റേഴ്സ് അല്ലെ. മാറ്ററിന്റെ നേച്ചേഴ്സ് നമുക്കറിയാം പല സ്റ്റേജിലുണ്ട്. 7 സ്റ്റേജൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്നതാണ്. ഈ സ്റ്റേജ് മാറ്ററിന്റെ സ്റ്റേജസ് അല്ലെ, നേച്ചർ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ എന്താണ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. നമുക്കറിയാം ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും പീരിയോഡിക് ടേബിൾ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, ഇതൊക്കെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് കെമിസ്ട്രിയിൽ. ഇതിലും എന്തുണ്ട്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഉണ്ട്. അടുത്ത ചാപ്റ്റർ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്താണ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ സ്ട്രക്ചർ, അതിനകത്തുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റുകൾ, ഇതെല്ലാം എന്താണ്, കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. അതും എന്തുണ്ട്, ഈ ഒരു എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റേജിനകത്തുണ്ട്. അതും ആരും സ്കിപ്പ് ചെയ്യരുത്. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ആസിഡ് ബേസ് സോൾട്ട്, പീരിയോഡിക് ടേബിൾ. നമ്മൾ ഏത് ആർമി ബേസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എയർഫോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള മെയിൻ 2 ടോപ്പിക്കുകളാണ് ഏതെന്ന് പറയുക, സ്ട്രക്ചർ ഓഫ് ആറ്റവും പീരിയോഡിക് ടേബിളും. അതുകൊണ്ട് ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കെമിസ്ട്രിക്കകത്ത് ചാപ്റ്റേഴ്സ്. ഫിസിക്സിനകത്താണ് നമ്മൾ കൂടുതലായിട്ട് ആദ്യമേ കണ്ടത്. രണ്ടാമത്തെ ഏതാണ്, കെമിസ്ട്രി ആണ്. അതുകൊണ്ട് ചാപ്റ്റർ കുറവാണെങ്കിലും എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം ഈ ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് അല്ലേ. ഇത്രയും തന്നേക്കുന്ന ടോപ്പിക്സിനകത്ത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ആ പോർഷൻസ് ഫുള്ളായിട്ട് കവർ ചെയ്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കെമിസ്ട്രി എന്നുള്ള സബ്ജക്ട് നമ്മൾ ക്ലോസ് ചെയ്യാവുള്ളൂ. 2 സബ്ജക്ട് നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കി ഏതാണ്, ഫിസിക്സ് നോക്കി. രണ്ടാമത്തെ ഏതാണ്, കെമിസ്ട്രി നോക്കി. ഇതിൽ രണ്ടിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതൽ പഠിക്കേണ്ട പോർഷൻസ് വന്നത് ഏതിനാണ്, ഫിസിക്സ് ആണ്. കെമിസ്ട്രിയിൽ കുറച്ചുകൂടെ കുറവാണ് അല്ലേ. ഓക്കെ ആണോ, ഈ 2 പോർഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം അടുത്ത സബ്ജക്റ്റ് ഏതാണെന്നും അതിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടതെന്നും നോക്കാം. ഓക്കെ,
അടുത്ത ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആണ് മാത്സ് അല്ലേ. ഏതൊരു എക്സാമിനും ഇമ്പോർട്ടന്റ് ടോപ്പിക് എടുക്കേണ്ടതാണ് മാത്സ് തന്നെയാണ്. മാത്സിനകത്ത് എന്തുണ്ട്, ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഏതാ കോസ്റ്റ് ഗാർഡിന്റെ എക്സാമിന് നമ്മൾ എടുക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കേണ്ട ഏതാണ്, മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ അല്ലെ. നമ്മളൊരു മാത്സ് പഠിക്കുന്ന സമയം തൊട്ട് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ എപ്പോഴും ഏതായിരിക്കും, സിംപ്ലിഫിക്കേഷൻ ആണ് അല്ലേ. നമുക്ക് നമ്പേഴ്സിന് എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്ത് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഫസ്റ്റ് ലെസൺ ഏതൊരു എക്സാമിന്റെയും ഫസ്റ്റ് ലെസൺ ഏതാണ്, സിംപ്ലിഫിക്കേഷൻ ആണ്. അതെന്താണ്, മെയിൻ ആണ്, ബേസ് കാര്യമാണ്. മാത്സിനകത്ത് പഠിക്കേണ്ട ബേസ് കാര്യമാണ് ഫസ്റ്റ് സിംപ്ലിഫിക്കേഷൻ. അതിനുശേഷമാണ് എന്തൊക്കെ വരിക, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ അല്ലെ. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഒരു ചാപ്റ്റർ ആണ്. ഓൾജിബ്രിക് ഐഡന്റിറ്റീസ് ഇതും എന്താണ്, അടുത്തൊരു ചാപ്റ്റർ ആണ്. ലീനിയർ ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ്, സൈമൾട്ടേനിയസ് ഇക്വേഷൻസ്, ബേസിക് ട്രിഗ്നോമെട്രി, സിമ്പിൾ മെൻസുറേഷൻ, ജോമെട്രി, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് അത്രയും ഒരു ടോപ്പിക് കേൾക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. എന്താണ് അതിനകത്ത് മെയിൻ ആയിട്ട് കണ്ടന്റ് ഏതൊക്കെയാണ്, ആവറേജ്, മീഡിയൻ ആൻഡ് മോഡ് അല്ലേ. നമ്മളൊരു 8ാം ക്ലാസ് തൊട്ടേ കേൾക്കുന്നതാണ് മീഡിയൻ, മോഡ് അങ്ങനെയൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് എന്ത് ചെയ്യത്തില്ല, ക്ലിയർ ആകില്ല, എന്താണെന്നുള്ളത് ക്ലിയർ ആകില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാണ് അതിനകത്ത് വരിക, ആവറേജ്, മീഡിയൻ ആൻഡ് മോഡ്. ക്ലിയർ ആണോ? 9 ടോപ്പിക് നമ്മൾ പറഞ്ഞു. അടുത്ത ഏതാണ്, ഇൻട്രസ്റ്റ് അല്ലെ. ഇൻട്രസ്റ്റിനകത്ത് എന്ത് വരാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരാം, സിമ്പിൾ ഇൻട്രസ്റ്റ് വരാം. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, 10ാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇൻട്രസ്റ്റ് ആണ്. അടുത്ത നോക്കി, പ്രോഫിറ്റ്, ലോസ് ആൻഡ് പെർസെൻറ്റേജ്. പ്രോഫിറ്റും ലോസും പെർസെൻറ്റേജും അല്ലേ മാത്സിനകത്തുള്ള മെയിൻ കണ്ടന്റുകളാണ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റേജ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചെടുക്കണം. അടുത്ത നോക്കിയേ, വർക്ക് ആൻഡ് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് അല്ലേ. ഈ 13 ടോപ്പിക് അല്ലേ നമ്മൾ മാത്സ് സബ്ജക്റ്റിനകത്ത് 13 ചാപ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. ഈ 13 ചാപ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 13 ചാപ്റ്ററും ഫുള്ളായിട്ട് കവർ ചെയ്യണം. ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദിക്കും. സിലബസ് അനുസരിച്ച് മാത്രമാണ് എക്സാമിന് പഠിക്കേണ്ടത്. ഈ സിലബസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മാത്സിനകത്ത് നിന്ന് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. ക്ലിയർ ആണോ? നമ്മൾ 3 സബ്ജക്റ്റ് കവർ ചെയ്തു. ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ പറഞ്ഞ ഫിസിക്സ് ആയിരുന്നു, രണ്ടാമത് പറഞ്ഞ കെമിസ്ട്രി ആയിരുന്നു, മൂന്നാമത് പറഞ്ഞ ഏതാണ്, മാത്സ് ആണ് അല്ലേ. ഫിസിക്സും മാത്സും എന്ത് ചെയ്യുന്നുണ്ട്, ബൾക്കായിട്ട് പോർഷൻസ് ഉണ്ട്. കെമിസ്ട്രിയിലാണ് നമ്മൾ ഇതുവരെ കണ്ടതിൽ കുറച്ചുള്ളത്. ഈ പ്രയോറിറ്റി കൊടുക്കേണ്ടതും ഏതിന് തന്നെയാണ്, കൂടുതലായിട്ട് പഠിക്കേണ്ടതിന് തന്നെയാണ് എന്ത് ചെയ്യുക, കൂടുതൽ പ്രയോറിറ്റി നൽകുക. ക്ലിയർ ആണോ? 3 സബ്ജക്റ്റും ക്ലിയർ ആണല്ലോ, പോർഷൻസും ക്ലിയർ ആണ്. പോർഷൻസ് അനുസരിച്ച് മാത്രമായിരിക്കണം ഏതൊരു എക്സാമിന് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടന്റ് ആയിട്ട് പഠിക്കാൻ അല്ലേ. നമ്മളൊരു എക്സാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിലബസ് കറക്റ്റ് ആയിട്ടുള്ള സിലബസ് അനുസരിച്ച് വേണം, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കേണ്ടത് അതനുസരിച്ച് വേണം എന്ത് ചെയ്യുക, എക്സാമിന് തയ്യാറെടുക്കേണ്ടത്. ക്ലിയർ ആണോ? 2 സ്റ്റേജ് ആയിട്ടാണ്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇത്രയും 3 സബ്ജക്റ്റിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ആവത്തേ ഉള്ളൂ. ഓക്കെ. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് DBGDയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഡെയിലി ലൈവ് ക്ലാസ്സസ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് സെക്ഷനായി ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. വീക്കിലി 6 ഡേയ്സ് ആയിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റും PYQ സെക്ഷൻസും ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നുണ്ട്. മെഡിക്കൽ അവയർനെസ്സും എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ പേയ്മെന്റ് എന്ന് പറയുന്നത് 4000 രൂപയാണ്. GDക്ക് 4000 രൂപയാണ് നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആണെങ്കിൽ നമുക്ക് ബാക്കി നമ്മുടെ സിലബസിലോട്ട് പോകാം. അടുത്ത സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് അല്ലേ. നമ്മൾ 3 കഴിഞ്ഞു. ഇനി അടുത്ത നോക്കേണ്ടത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിൽ നമുക്ക് ഏതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ പാസേജ് അല്ലേ. നമുക്കറിയാം ഇംഗ്ലീഷിനകത്ത് എന്തുണ്ട്, പാസേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ പാസേജ്. രണ്ടാമത്തെ ഏതാണ്, പ്രിപ്പോസിഷൻ. അടുത്ത ഏതാണ്, കറക്റ്റ് ഓഫ് സെന്റൻസ്. സെന്റൻസ് കറക്റ്റ് ചെയ്യുക അല്ലെ, കറക്ഷൻ ചെയ്യുക. ചേഞ്ച് ആക്റ്റീവ് ടു പാസീവ്, പാസീവ് ടു ആക്റ്റീവ് വോയിസ് അല്ലേ. ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവിലോട്ട് മാറ്റണം, പാസീവ് വോയിസിൽ നിന്ന് എന്ത് ചെയ്യണം, ആക്റ്റീവ് വോയിസിലോട്ടും ചേഞ്ച് ചെയ്യാൻ എങ്ങനെയുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ എന്താണ്, ചേഞ്ച് ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ടു ഡയറക്റ്റ് അല്ലേ. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടും ഇൻഡയറക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഡയറക്റ്റ് സ്പീച്ചിലോട്ടും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കൺവേർട്ട് ചെയ്യണം അല്ലേ. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് ഏത് സ്പീച്ചിലാണോ അതനുസരിച്ച് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളത് എന്തുകൊണ്ട് ഇംഗ്ലീഷിന് അത് പഠിക്കേണ്ട മാറ്ററാണ്. അതുപോലെ തന്നെ എന്താണ്, വെർബ്സ്, ടെൻസ്, നോൺ ഫിറ്റ്നസ് അല്ലേ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഇംഗ്ലീഷിൽ നോക്കേണ്ട ടോപ്പിക്കുകളാണ്. പഞ്ച്വേഷൻസ്, അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫ്രേസൽ വെർബ്സ് ഓഫ് എക്സ്പ്രഷൻ,
സിനോണിംസ് ആൻഡ് ആന്റോണിംസ്, മീനിങ് ഓഫ് ഡിഫിക്കൽട്ട് വേർഡ്സ്, യൂസ് ഓഫ് അഡ്ജക്റ്റീവ്സ്, കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ആൻഡ് യൂസ് ഓഫ് പ്രൊണൗൺസ്. ഇത്രയും ടോപ്പിക് നമ്മൾ 13 ടോപ്പിക്ക് പറഞ്ഞു. ഇംഗ്ലീഷിനകത്ത് ഈ 13 ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് നമുക്ക് കവർ ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കൂ. ക്ലിയർ ആണ്? ഫിസിക്സ് ക്ലിയർ ആണ്, കെമിസ്ട്രി ക്ലിയർ ആണ്, മാത്സ് ക്ലിയർ ആണ്, ഇംഗ്ലീഷ് ക്ലിയർ ആണ്. ഈ അത്രയും സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഏതൊക്കെ പോർഷൻസ് ആണ് പ്രോപ്പറായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് പോകേണ്ടതെന്നുള്ളത് ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ. അങ്ങനെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇനി നോക്കിയേ, ജനറൽ അവയർനെസ്സിനകത്ത് നമുക്ക് ഏതിനകത്തൊക്കെയാണ് മെയിൻ ടോപ്പിക് എന്ന് നോക്കാം. നോക്കിയേ, ജോഗ്രഫിക്കകത്ത് വരുന്ന ഏതൊക്കെയാണ്? സോയിൽസ് അല്ലേ? സോയിൽസിനെ കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കണം അല്ലേ? ഏതൊക്കെ സോയിലുകളുണ്ട്, അത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അതെല്ലാം എന്ത് ചെയ്യണം? സോയിൽസിനകത്ത് നമ്മൾ കവർ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? റിവേഴ്സ് ഉണ്ട് അല്ലേ? പലതരം റിവേഴ്സ് ഉണ്ട്. റിവേഴ്സിന്റെ ഒറിജിൻ എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുക, അങ്ങനെ എന്ത് ചെയ്യുക? ഒരുപാട് ക്വസ്റ്റ്യൻസ് റിവേഴ്സിനകത്തുണ്ട്. അതും എന്താണ്? GK-ക്കകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? മൗണ്ടെയിൻസ് അല്ലേ? മൗണ്ടെയിൻസിനെ കുറിച്ച് എന്ത് ചെയ്യണം? ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. മെയിൻ 3 ടോപ്പിക്കുകളാണ് നമ്മൾ കൊടുത്തേക്കാം. സോയില്, റിവേഴ്സ്, മൗണ്ടെയിൻസ്. ഇത് ഏതിനകത്താണ് വരിക? ജോഗ്രഫിക്കകത്ത് വരുന്ന 3 മെയിൻ ടോപ്പിക്കുകളാണ്. സ്കിപ്പ് ചെയ്യരുത്. ഇത് 3ഉം കറക്റ്റായിട്ട് പഠിച്ചു പോകുക. അത് എന്ത് ചെയ്യുക? ബേസ് തൊട്ട് വേണം പഠിച്ചു തുടങ്ങാനായിട്ട്. ബേസ് തൊട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? പഠിച്ച് കവർ ചെയ്ത് പോകുക. ക്ലിയർ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ്. ഏതാണ്? സ്റ്റാറ്റിക് GK ആണ്. സ്റ്റാറ്റിക് GKയിൽ നമുക്ക് ഏതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നോക്കാം. ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് നോക്കി, പോർട്സ് അല്ലേ? പോർട്സ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഐലൻഡ്, ഹാർബേഴ്സ്, ഇതെല്ലാം എന്താ ചെയ്യുക? GKയിലെ ടോപ്പിക്കുകളാണ്. കൾച്ചർ ആൻഡ് റിലീജിയൻസ് അല്ലെ? കൾച്ചർ ആൻഡ് റിലീജിയൻസ് നോക്കണം. ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ ഫാക്ട് അബൌട്ട് ഇന്ത്യ, ഹെറിറ്റേജ്, ആർട്സ് ആൻഡ് ഡാൻസ്, ഡിഫൻസ്, അവാർഡ്സ് ആൻഡ് ഓതേഴ്സ്, ഡിസ്കവറീസ്, ലാംഗ്വേജസ്, ക്യാപിറ്റൽസ് ആൻഡ് കറൻസീസ്, കോമൺ നെയിംസ്, ഫുൾ ഫോം ആൻഡ് അബ്രിവേഷൻസ്. എല്ലാത്തിൻ്റെ ഫുൾ ഫോമും അതിൻ്റെ അബ്രിവേഷൻസും കറക്റ്റ് ആയിട്ട് നോക്കണം. എമിനന്റ് പേഴ്സണാലിറ്റി, നാഷണൽ ബേർഡ്, സ്പോർട്സ്, ഫ്ലവർ, ആന്തം, സോങ്, ഫ്ലാഗ്, എക്സെട്ര. ഇത് ഒരു നാഷണൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നാഷണൽ ബേർഡിനെ കുറിച്ച് പഠിക്കണം. പിന്നെന്താണ്? നാഷണൽ സ്പോർട്സ് ഏതാന്ന്, ഫ്ലവർ, ആന്തം, സോങ്, ഫ്ലാഗ്, ഇതെല്ലാം എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഇതെല്ലാം GK-ക്കകത്ത് വരുന്ന പോർഷൻസ് ആണ്. അടുത്ത് നോക്കിയേ, അടുത്ത ഏതാണ്? മൗണ്ടെയിൻസ് നോക്കണം, സ്പോർട്സ് നോക്കണം, ചാമ്പ്യൻഷിപ്പ്, വിന്നേഴ്സ്, ടേംസ് അല്ലേ? വിന്നേഴ്സ് ആരൊക്കെയാണ്? ഓരോ കായിക മേഖലകളിലും ആരൊക്കെയാണ് വിന്നേഴ്സ്, അവരൊക്കെ എന്ത് ചെയ്യുക? അതിൻ്റെ പ്രൈസസ് എങ്ങനെയാണെന്നും അതെല്ലാം എന്ത് ചെയ്യണം? GK-യിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. മെയിനായിട്ട് നമുക്ക് 16 ടോപ്പിക്കാണ് GK-ക്കുള്ളത്. ഈ 16 ടോപ്പിക്കും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക? GK കവർ ചെയ്ത് പോകുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. GK പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കവർ ചെയ്ത് പോകണം. ക്ലിയർ ആണോ? GK നമ്മൾ എത്ര ടോപ്പിക്കാണ് മെയിനായിട്ട് നോക്കേണ്ടത്? 16 ടോപ്പിക്കുണ്ട്. ഈ 16 ടോപ്പിക്ക് എന്ത് ചെയ്യുക? ഡീപ്പായിട്ട് തന്നെ പഠിക്കുക അല്ലേ? കുഞ്ഞു കാര്യങ്ങൾ തൊട്ട് തന്നെ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ച് ഫുള്ള് കവർ ചെയ്ത് പോകണം. ക്ലിയർ ആണോ? ഇനി നോക്കേണ്ടത് നമ്മൾ ഹിസ്റ്ററിയിലാണ്. ഹിസ്റ്ററിയിൽ നമുക്ക് എന്തൊക്കെയാണ് മെയിനായിട്ട് വേണ്ടുന്നതെന്ന് നോക്കാം. ഏതാണ്? ഫസ്റ്റ് വൺ നോക്കിയേ, ഫ്രീഡം മൂവ്മെൻറ്റ്സ് അല്ലേ? ഫ്രീഡം മൂവ്മെൻറ്റ്സ് ആണ് ഫസ്റ്റ് വൺ നോക്കേണ്ടത്. സെക്കൻഡ് വൺ എന്താണ്? വാർസ് ആൻഡ് നെയ്ബേഴ്സ് അല്ലേ? യുദ്ധങ്ങളും അതിൻ്റെ നെയ്ബേഴ്സുകളും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹിസ്റ്ററിക്ക് അത് മെയിനായിട്ട് നോക്കേണ്ട 2 ടോപ്പിക്കുകൾ. ഇനി നമുക്ക് നോക്കേണ്ട ഏതാണ്? ബയോളജിയാണ് അല്ലേ? ബയോളജിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഫുഡ് അല്ലേ? ഫുഡ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഫുഡിനകത്തുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, ആ ന്യൂട്രിയൻസിനകത്ത് വൈറ്റമിൻസ് വരുന്നുണ്ട്, മിനറൽസ് വരുന്നുണ്ട്, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു മെയിൻ ടോപ്പിക്കിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്? ഹെൽത്ത് ഫിസിയോളജി. ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് ഫിസിയോളജി എന്താണ്? ബയോളജിയിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതും കവർ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? ഹ്യൂമൻ ഡിസീസ് അല്ലേ? നമുക്ക് ഹ്യൂമൻസിന് വരുന്ന ഡിസീസ് കണ്ടാമിനേറ്റഡ് വാട്ടറിൽ കൂടാണോ, അല്ലെങ്കിൽ എന്താണ് ഏജൻസ്, വൈറസ് ആണോ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക? ഓരോ ഏജന്റ് വഴി ഫോം ചെയ്യുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക, ഏത് ഓർഗനെയാണ് അത് ബാധിക്കുക, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? നമ്മൾ ഈ ബയോളജിക്കകത്ത് കറക്റ്റായിട്ട് പഠിച്ചു പോകണം. ഇനി ലാസ്റ്റ് നോക്കി നമുക്ക് നോക്കാം കറണ്ട് അഫയേഴ്സ്. നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി അല്ലെ? നമ്മൾ എക്സാമിന് നമുക്ക് എന്ന് തൊട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്ന ടൈം, ആ ടൈം തൊട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ഔട്ടായി അല്ലേ? നമുക്ക് എക്സാം വരുന്നവരുള്ള കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതായത് കറക്റ്റായിട്ട് ന്യൂസ് പേപ്പറുകൾ വായിക്കുക. നമുക്ക് ഒരുപാട് യൂട്യൂബോ അല്ലെങ്കിൽ ഗൂഗിളോ ഒക്കെ നോക്കി നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് അഫയേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം. GK-യുടെ കൂടെ തന്നെ എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകണം. സ്പെഷ്യലായിട്ട് അതിനൊരു ടൈം കണ്ടുപിടിക്കേണ്ട. GK പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സോടെ എന്ത് ചെയ്യുക? കവർ ചെയ്ത്
പോവുക. ക്ലിയർ ആണോ? ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഹിസ്റ്ററി ഓക്കെയാണ്, ബയോളജി ഓക്കെയാണ്, ഫിസിക്സ് ഏതൊക്കെ നമുക്ക് പഠിക്കേണ്ടത് അതെല്ലാം നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റേജിൽ എന്തൊക്കെയാണോ പഠിക്കേണ്ടത് പ്രോപ്പറായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഡൗട്ടൊന്നും ഇല്ലല്ലോ ആർക്കും? ഓക്കെ, ഇനി അടുത്ത് നോക്കേണ്ടത് റീസണിങ് ആണ്. റീസണിങ്ങിന് നമുക്ക് എന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത് അല്ലേ? മാത്സിനകത്ത് നിന്നും റീസണിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ? നമുക്ക് ഡൗട്ടൊന്നും ഇല്ലാണ്ട് ബേസ് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാർക്ക് കിട്ടുന്ന 2 സബ്ജക്റ്റാണ് ഏതൊക്കെ? ഒന്ന് മാത്സും അതുപോലെ തന്നെ എന്താണ് റീസണിങ്ങും അല്ലേ? സയൻസ് ആണെങ്കിലും GK ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് ടെൻഷൻ വരും അല്ലേ? ഇതാണോ കറക്റ്റ് ആൻസർ, അതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ബട്ട് എന്താണ് മാത്സിനകത്തും റീസണിങ്ങും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ നല്ല രീതിയിൽ നേടിയെടുക്കാൻ പറ്റുന്ന 2 ടോപ്പിക്കാണ് മാത്സും റീസണിങ്ങും. ഓക്കെ, അതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കി. സ്പേഷ്യൽസ് നോക്കണം, ന്യൂമറിക്കൽ റീസണിങ് ആൻഡ് അസോസിയേറ്റീവ്സ്, ന്യൂമറിക്കൽ റീസണിങ് നോക്കണം, എബിലിറ്റി നോക്കണം, സീക്വൻസ് നോക്കണം, സ്പെല്ലിംഗ് അൺക്രാബിൾ അല്ലേ? സ്പെല്ലിംഗ് തെറ്റിച്ചൊക്കെ തരും. നമ്മൾ എന്ത് ചെയ്യുക? അത് നമുക്കറിയാം റീസണിങ്ങിൽ എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നതെന്ന് അറിയാം. അടുത്തതാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്. ഇത്രയും ഈ 5 ടോപ്പിക്കാണ് റീസണിങ്ങിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആണോ? റീസണിങ്ങും ക്ലിയർ ആണ്. ഇത്രയും 5 പോർഷൻസും ക്ലിയർ ആയിട്ട് കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റീസണിങ്ങിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ക്ലിയർ? ഓക്കെ ആണ്? ഓക്കെ, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ PDF നോട്ടിഫിക്കേഷൻ PDF ഒക്കെ ലഭിക്കുക ഈ ഒരു ടെലഗ്രാം ചാനലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ഫസ്റ്റ് സ്റ്റേജ് അല്ലേ? ഫസ്റ്റ് സ്റ്റേജ് എക്സാമിന് നമ്മൾ പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഇത്രയും സബ്ജക്റ്റുകളിൽ നിന്ന് ഇത്രയും പോർഷൻസ് കറക്റ്റായിട്ട് കവർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് പാസ്സാവാനായിട്ട് സാധിക്കും. ഈ ഫസ്റ്റ് സ്റ്റേജ് പാസ്സായതിനു ശേഷമാണ് നമുക്ക് എന്ത് വരിക? സെക്കൻഡ് ലെവൽ വരിക അല്ലേ? സ്റ്റേജ് 2 വരിക. സ്റ്റേജ് 2ൽ നമ്മൾ ഇനി എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കുക. ഫസ്റ്റ് ക്ലിയർ ആക്കണം, ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി, മാത്സ്, റീസണിങ്, സ്റ്റാറ്റിക് GK, അതുപോലെ തന്നെ എന്താണ് കറണ്ട് അഫയേഴ്സ്, ബയോളജി. ഇത് ഇത്രയും പഠിച്ചതിന് ശേഷം എന്താണ് ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ആയിട്ട് എക്സാം പാസ്സാവുക. ഈ എക്സാം പാസ്സായതിനു ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ എക്സാം ഉണ്ട്, അതേതാണ്? സ്റ്റേജ് 2 ആണ്. ഈ സ്റ്റേജ് 2 പാസ്സാവണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ആയി, ഓക്കെ ആണ്, അതിനകത്ത് നമുക്ക് റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ സ്റ്റേജ് എക്സാം എഴുതണം അല്ലേ? രണ്ടാമത്തെ സ്റ്റേജ് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് നോക്കണം. അത് നോക്കാം, നമുക്ക് ഓരോ ചാപ്റ്റർ വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് വെച്ച് നമ്മൾ നോക്കാം ഏതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് സ്റ്റേജ് 2വിനകത്ത് പഠിക്കേണ്ടതെന്ന് നോക്കാം. രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് 1 നമ്മൾ നോക്കുന്നത് ഏതാണ്? ഫിസിക്സ് ആണ് അല്ലേ? ഫിസിക്സിൽ നമ്മൾ ഏതൊക്കെയാണ് ഇനി പഠിക്കേണ്ടത് അല്ലേ? സ്റ്റേജ് 2വിൻ്റെ എക്സാം ക്ലിയർ ആക്കാൻ വേണ്ടി ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് 1 നോക്കിയേ, ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്തുണ്ടായിരുന്നു യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അല്ലേ? അതേ ടോപ്പിക്കാണ് എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തേനകത്ത് പഠിക്കണം. അടുത്ത ഏതാന്ന് നോക്കിയേ, കൈനമാറ്റിക്സ് അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സിൽ ഒരു ചാപ്റ്റർ ആണ് കൈനമാറ്റിക്സ്. അത് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിനകത്ത് ഇല്ലായിരുന്നു. പക്ഷെ എന്താണ് സെക്കൻഡ് സ്റ്റേജ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യണം. ലോസ് ഓഫ് മോഷൻ ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടായിരുന്നു, സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്യണം? ലോസ് ഓഫ് മോഷൻ ക്ലിയർ ചെയ്യണം. വർക്ക് എനർജി പവർ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്തതായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സ്റ്റേജിലും കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കണം. ന്യൂട്ടൺ ലോസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ന്യൂട്ടൻ്റെ ലോസും ആപ്ലിക്കേഷൻസും ഫസ്റ്റ് സ്റ്റേജിലെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് സ്റ്റേജിലും. സർക്കുലർ മോഷൻസ് അല്ലേ? നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഇല്ലായിരുന്നു, സർക്കുലർ മോഷൻ ഇല്ലായിരുന്നു. പക്ഷേ എന്താണ് സ്റ്റേജ് 2വിനകത്ത് സർക്കുലർ മോഷൻ ഉണ്ട്. മോഷൻ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി, റിജിഡ് ബോഡിയുടെ എന്താണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മോഷനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഫിസിക്സിൽ പഠിക്കണം. അതുപോലെ എന്താണ് ഗ്രാവിറ്റേഷൻ, പ്രോപ്പർട്ടി ഓഫ് ബൾക്ക് മാറ്റർ, തെർമോഡൈനാമിക്സ് ഒന്നും നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഇല്ലായിരുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ്, നമുക്ക് പരിചയമുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു അല്ലേ? നമ്മൾ 8ാം ക്ലാസ് തൊട്ടൊക്കെ പഠിക്കുന്ന ചാപ്റ്ററുകളാണ് കൂടുതലായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ വന്നത്. പക്ഷേ എന്താണ് സെക്കൻഡ് സ്റ്റേജിലോട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്തു? ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് അല്ലേ? കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേജിൽ എക്സാം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഈ ടോപ്പിക്കുകളെല്ലാം എന്ത് ചെയ്യണം? കവർ ചെയ്ത് പോകണം. ക്ലിയർ ആണോ? സെക്കൻഡ് സ്റ്റേജ് എക്സാമിന് നമ്മൾ നോക്കേണ്ടത് ഏതാണ്? 10 ടോപ്പിക്കുകളാണ്. ഈ 10 ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഫിസിക്സിനകത്ത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം സെക്കൻഡ് സ്റ്റേജ് പാസ്സാവണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നോക്കി,
ബിഹേവിയർ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് ആൻഡ് കൈനറ്റിക് തിയറി. ഏതൊക്കെയാണ്? ബിഹേവിയർ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് ആൻഡ് കൈനമാറ്റിക് തിയറി, ഓസിലേഷൻ ആൻഡ് വേവ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കലണ്ടർ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റീവ് കറണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഒപ്റ്റിക്സ്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ആറ്റം ആൻഡ് ന്യൂക്ലിയർ, ഇലക്ട്രോണിക് ഡിവൈസസ്, കമ്മ്യൂണിക്കേറ്റിംഗ് സിസ്റ്റംസ്. ഇത്രയും 22 ടോപ്പിക് അല്ലേ? നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഇത്രയും ടോപ്പിക് ഇല്ലായിരുന്നു. ബാക്കി എന്താണ് വന്നേക്കാം? സ്റ്റേജ് 2-നകത്താണ് വന്നേക്കാം. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു? 22 ടോപ്പിക് ഉണ്ട് അല്ലേ? 22 ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫിസിക്സിനകത്ത് പ്രോപ്പറായിട്ട് കവർ ചെയ്ത് പോകണം. ക്ലിയർ ആണോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ, ഇനി അടുത്ത സബ്ജക്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മാത്സ് ആണ്. സെക്കൻഡ് സ്റ്റേജ് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ മാത്സിൽ നിന്ന് നമ്മൾ ഇനി ബാക്കി എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഓക്കെ, സെറ്റ്. ഫസ്റ്റ് വൺ ഏതാണ്? സെറ്റ് ആണ്. രണ്ടാമത്തെ എന്താണ്? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. മൂന്നാമത്തെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, ഓൾജിബ്ര അല്ലെ, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ഓൾജിബ്ര ഉണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ലീനിയർ ഇൻഇക്വാലിറ്റീസ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ബൈനോമൽ തിയറി, സ്വീക്കൻസ് ആൻഡ് സീരീസ്, മെട്രിക്സ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മാത്സിനകത്ത് പഠിക്കണം അല്ലേ? സ്റ്റേജ് 1-നെ കാട്ടി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കാണ് സ്റ്റേജ് 2-നകത്ത് വരുന്നത്. എത്ര ടോപ്പിക്കായി? 10 ടോപ്പിക് ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? മാത്സിനകത്ത് കവർ ചെയ്ത് പോകണം അല്ലേ? ഈ ടോപ്പിക് അനുസരിച്ച് മാത്രം മതി എന്ത് ചെയ്യുക? സ്റ്റേജ് 2 എക്സാം പാസ്സാവാനായിട്ട് പഠിക്കേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് അനുസരിച്ച് മാത്രം അല്ലേ? എല്ലാം കൂടി ഒന്നും പഠിക്കണ്ട. നമുക്ക് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്, ആ ടോപ്പിക്കുകൾ അനുസരിച്ച് എന്ത് ചെയ്യുക? മാത്സും പ്രോപ്പറായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, ബാക്കി നോക്കാം നമുക്ക്. അടുത്തതാണ് 11ത്തെ ഡിറ്റർമിനൻസ് ഉണ്ട്, വെക്ടർ ആൻഡ് 3 ഡയമെൻഷണൽ ജോമെട്രി ഉണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ്, coordinating geometry, straight lines, conic section, introduction to 3 dimensional geometry, limiters and derivatives, quantity and differentiability, application and derivatives, integrals, application of the integral, differential equations. ടോട്ടൽ ഇപ്പോൾ എത്ര പോർഷൻസ് ആയി? 23 പോർഷൻസ് ആയി. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേജ് 2 കവർ ചെയ്യുന്നതിന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് സ്റ്റേജിനെ കാട്ടി കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് സെക്കൻഡ് സ്റ്റേജ്. കുറച്ച് പോർഷൻസ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചത്. ബാക്കി ഇത്രയും പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് സ്റ്റേജ് എക്സാം എന്ത് ചെയ്യണം? കണ്ടക്ട് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷൻസ് നമ്മൾ മാത്സിൽ നിന്ന് കവർ ചെയ്യണം അല്ലേ? മാത്സ് ഒക്കെ എന്തൊക്കെയാണ്? കുറച്ച് വൈഡ് ആയിട്ടുള്ള ഏരിയ ആയിട്ടാണ് കിടക്കുക. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് പഠിച്ച് പോകണം. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, നമ്മൾ മാത്സ് കഴിഞ്ഞു. മാത്സ് കഴിഞ്ഞിട്ട് നമുക്കറിയാം റീസണിങ് ഉണ്ട്. റീസണിങ്ങിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിയേ, പ്രോബബിലിറ്റി സ്റ്റാറ്റിക്സ് ഉണ്ട്, പ്രോബബിലിറ്റി മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻസ് ഉണ്ട്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ് ഉണ്ട്, ഓൾജിബ്രിക് ഐഡന്റിറ്റീസ് ഉണ്ട്, ലീനിയർ ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ് ഉണ്ട്, സൈമൾട്ടേനിയസ് ഇക്വേഷൻസ്, ബേസിക് ട്രിഗണോമെട്രി, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, സിമ്പിൾ മെൻസുറേഷൻ ജോമെട്രി, അടുത്ത മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മെറിഡിയൻ ആൻഡ് മോഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കണം. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്ത പോർഷൻസ് ആണ് ICG എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഇതനുസരിച്ച് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. സ്റ്റേജ് 1-ഉം സ്റ്റേജ് 2-ഉം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക്